അതുകൊണ്ട് വലിയൊരു മഹായോഗമാണെന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. ഞാനിവിടെ വന്നാൽ മുഖത്തല്ല നോക്കുന്ന കാലയിലോട്ടാണ് നോക്കുന്നത്. ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം കൂടി കൈയടിച്ചു. ഏതോ ഒരു നേതാവിന് ഇഷ്ടപ്പെട്ടില്ല, അയാളായിരിക്കും കാലുവാരുന്ന ആളായിരിക്കും. അദ്ദേഹത്തിന് പറഞ്ഞത് മനസ്സിലായില്ല. അദ്ദേഹം ഇവിടെയൊക്കെയോ പരാതി പറഞ്ഞു. ഇത് എന്തുണ്ടായി? നായനാരാണിത് ആദ്യം പറഞ്ഞത്. ഞാനിവിടെ MLA ആയിരിക്കും, ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വലിയൊരു മഹാസമ്മേളനം നടക്കും. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ വിശ്വസിക്കത്തില്ല. മുമ്പിരിക്കുന്ന നായനാട് പറയും, ആർക്ക് വിരോധമില്ല. ഒരാളെ ഞാൻ വിശ്വസിക്കും. നിങ്ങൾ കാലുവാരുന്ന ഒരാൾ. എല്ലാവരും വാരുന്നതെന്നല്ല, അതൊരു കലയിൽ ശാസ്ത്രവുമായി കൊണ്ടു കിടക്കുന്ന ഒരു കുറച്ചാളിവിടെയുണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. ഞാനും അനുഭവിച്ചല്ലേ. അത് തവണ നിങ്ങൾ എന്നെ ജയിപ്പിച്ചു. എനിക്ക് മാരാരിക്കുളത്ത് സീറ്റ് തരാൻ സെക്രട്ടറി റിസോർ സീറ്റാണ്. മാവേലിക്കൽ സീറ്റ് തരാമെന്ന് പീസുകാരൻ പറഞ്ഞത് റിസർവേഷനല്ല. അവിടെയൊക്കെ ഞാൻ ജയിക്കും. എൻ്റെ ജന്മനാട് താമരക്കുളം. ഞാനവിടെ മത്സരിക്കാൻ നല്ല ആറ്റുനോറ്റിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെയൊക്കെ ഷുഗർ സീറ്റ് കൊടുക്കാൻ പറഞ്ഞു. ആഞ്ചലോസിന് കൊടുത്തു. ആദ്യമായിട്ട് മത്സരിക്കുക 87 മാരാരിക്കുളം. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഷുഗർ സീറ്റ് ഞാൻ ഒരിക്കലും മത്സരിക്കും, ഒരിടത്തും മത്സരിച്ചിട്ട്. എല്ലാം UDF മുൻതൂക്കമുള്ള അല്ലെങ്കിൽ അവർക്ക് ശക്തിയുള്ളിടത്താൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്, ചിലപ്പോൾ തോറ്റിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ തവണ ജയിച്ചു. തച്ചടിയെ പോലുള്ളൊരു മഹാരഥ, കേരള രാഷ്ട്രീയങ്ങളുടെ ഒരു മഹാരഥനാണ് അദ്ദേഹം. അത് എന്തെല്ലാം വികസനങ്ങളാണ് നടത്തിയത്. കായംകുളത്ത് മാത്രമല്ല, അദ്ദേഹം സ്റ്റേറ്റ് സഹകരണ ബാങ്കിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ സഹകരണ മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിട്ട് മത്സരിച്ചു. 30,000 വോട്ട് ജയിച്ചു. അവിടെയും 2 സ്ഥാനാർത്ഥികൾ എന്നെ കാലുവാരി. നമ്മുടെ ഏത് സ്ഥാനാർത്ഥി? ഒന്ന് PDPയുടെ സ്ഥാനാർത്ഥി മുട്ടം നാസർ, പിന്നെ RSSകാരൻ BJPക്കാരൻ. വോട്ട് മറിച്ചങ്ങ് കൊടുത്തു. അവർക്ക് 1000 വോട്ട് 1500 വോട്ടേ ഉള്ളൂ. 10,000-6000 വോട്ടുള്ളവരാണ്. രണ്ടാമത്തെ ഇലക്ഷൻ്റെ ആദ്യത്തെ ഇലക്ഷൻ. പക്ഷെ അതിനെ അതിജീവിച്ച് ഞാൻ ജയിച്ചു. വോട്ടെണ്ണിക്കൊണ്ടിരുന്നപ്പോൾ മുട്ടം നാസർ പറഞ്ഞു, സാറ് തോറ്റുപോയി. ഞങ്ങൾ വോട്ട് കൊടുത്തുകൊണ്ട് എന്നോട് പച്ച മലയാളത്തിൽ പറയുക, വോട്ടെണ്ണിക്കൊണ്ടിരിക്കുക. ഞാൻ തോക്കത്തൊന്നുമില്ല. ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു, ഞങ്ങൾ മറിച്ച് കൊടുത്തെങ്കിൽ അതുകൊണ്ട് ശരിയായി, എണ്ണ ശരിയായിട്ടാണ്. അത് നടന്ന കാര്യമാണ് പറയുന്നത്. RSSകാരൻ പോലും വോട്ട് മറിച്ച് കൊടുക്കുക, PDPക്കാരൻ വോട്ട് മറിച്ച് കൊടുക്കുക. ഞാൻ മുസ്ലിങ്ങൾ വരെ ചെയ്തു വോട്ട് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇവരൊക്കെ ചുമ്മാ വേഷം കെട്ടാണ്. അവർക്ക് ആരോടും പോകുന്നില്ല. രാഷ്ട്രീയത്തോടുള്ള സ്വന്തം പാർട്ടി സ്വന്തം സമുദായത്തോടും ഇതൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാനിവിടെ രണ്ടാമത് ഒരിക്കൽ കൂടി മത്സരിച്ചു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് തന്നെ മത്സരിച്ചു. കാര്യങ്ങൾ താലൂക്ക് പോലെ പ്രഖ്യാപിച്ചു. വിസ്മയം റവന്യൂ മന്ത്രി അസംബ്ലിയിൽ 14 താലൂക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഒരെണ്ണം കായംകുളമാണ്. ഒരു താലൂക്കാവാനുള്ള വിസ്തൃതി ഇല്ല ഇതിൽ. അപ്പോൾ വള്ളിമൂത്രത്ത് കുറച്ച് ഭാഗവും, അവിടെ പഴനിക്കാവിലെ ലേശം ഭാഗവും, ഇവിടെ ചേപ്പാടിൻ്റെ ലേശം ഭാഗവും, മുതുകുളവും കൂടെ ചേർത്തിട്ടാണ്. മുതുകുളമൊന്നും ഇവിടെയുണ്ട്, അങ്ങോട്ട് പോയിട്ടില്ല. ഇത് ചെയ്തു. നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ഇവിടെ വലിയ ജാഥയൊക്കെ ഞങ്ങൾ നടത്തി. പക്ഷേ അടുത്ത ഗവൺമെൻറ് വന്ന് UDF വന്നു, അവരങ്ങ് ക്യാൻസൽ ചെയ്തു. അത് ഞാൻ തോറ്റ ഇലക്ഷനില്ല. അത് കായംകുളം താലൂക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടും വോട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ചുമ്മാതായിരുന്നു താലൂക്ക് വേണമെന്നുള്ള ആവശ്യം വെറുതെ എനിക്ക് മനസ്സിലായി. ഒരു കാര്യമില്ലാത്ത ആർക്കും ചുമ്മാ ഒരു ക്യാമ്പയിനാണ് എന്ന് മാത്രമല്ല. രണ്ടാമത്തെ ഓരോ ദിവസവും കാലുവായിരുന്നു ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്ത് ഏർപ്പാടായത്? അവിടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇവിടുന്ന് അവിടെ നമ്മുടെ ശക്തികേന്ദ്രമുള്ള ദേവികുളങ്ങരയിൽ നിന്നാണ്. 11 മണിയായിട്ടും വാഹനം വരുന്നില്ല. സ്ഥാനാർത്ഥികൾ വാഹനം വരുന്നില്ല. 8 മണിക്ക് വരേണ്ടത്, വാഹനം വരുന്നില്ല. ഞാൻ ആസാദനം കൊണ്ട് വെച്ച് എന്താ ആസാദനം അറിയാൻ പാടില്ല. 12 മണി കഴിഞ്ഞ് വാഹനം വന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അവിടെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ LDFൻ്റെ എല്ലാം യോഗം നടക്കുന്നൊരു വീടുണ്ട്. നമ്മുടെ പരമ്പരാഗത പാർട്ടി കുടുംബമാണ്. KK ചെല്ലപ്പൻ്റെ മകളെ കല്യാണം കഴിച്ച വീടാതിരുന്നു. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ആഭ്യന്തര കലാപം. മകനെ KK ചെല്ലപ്പൻ്റെ മകളും എടുത്തുകൊണ്ട് പോയി. അതായത് കൊച്ചിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കാണിക്കുന്നില്ല. തർക്കം. ആ അമ്മ പാർട്ടി വെച്ച് വന്നു. ഞാൻ പറഞ്ഞ കേൾക്കുമെന്നാണ് അവിടെ വിശ്വാസം. ഞാൻ പറഞ്ഞു KKS പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി ഇറങ്ങുമെന്ന് എനിക്ക് കാര്യമല്ലെന്ന്. പുള്ളി ഇലക്ഷൻ കമ്പനിയുടെ സെക്രട്ടറി ആയില്ലേ.
ഞാൻ ജയിക്കണമെന്നല്ല, പുള്ളി കുട്ടിയുടെ കാര്യമാണ്, മരിച്ചു പോയാൽ പറയാതിരിക്കാൻ ഞാൻ തോറ്റു വരും. അവരാരും 100-300 വോട്ടാണൊക്കെ മാറിയല്ല. കൊച്ചിൻ്റെ എൻ്റെ കൊച്ചാണോ, ഞാൻ വല്ലതും ചെയ്തിട്ടാണ്. ഞാൻ ഇവിടുത്തെ രീതി 10 വീട് നമ്മുടെ ശക്തി കേന്ദ്രം. 5 ചെറുപ്പക്കാർ ആ സ്പിന്നിംഗ് മില്ലിൻ്റെ കരുത്തുള്ള സകല വീട്ടിലും കല്ലെറിഞ്ഞില്ലാത്തത്. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സാറിന് വോട്ട് തരത്തില്ല ഇത്തവണ. കാരണം സാറിനോടുള്ള വിരോധമാണ്. ഞങ്ങളുടെ വീടൊക്കെ എറിഞ്ഞിട്ടാകത്ത്. ഞാൻ അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഉദ്ദേശിച്ച ഭൂരിപക്ഷം അവിടെ വന്നില്ല. പിന്നെ ഒരാൾ നടന്നങ്ങ് പറയുകയായിരുന്നു വോട്ട് കൊടുക്കുക. അപ്പോൾ ഏതൊന്നും ഞാൻ എന്തുവായുള്ളത് നടന്ന് നായന്മാരെവിടെ ഉണ്ട് അവിടെ എല്ലാം നടന്നങ്ങ് പറയുക. തടയാനാരും ഉണ്ടായില്ല, നിയന്ത്രിക്കാനാരും ഉണ്ടായില്ല. അവസാനം 10,000-10,000 വോട്ടിന് മദനിയെ ജയിലിലടച്ച കാലം കൂടിയാണ്. മുസ്ലിങ്ങളുടെ വോട്ട് കുറയുന്ന കാലമാണ്. ഞാൻ വെറും 1300 തോറ്റ് നിന്നിട്ട് അതിൻ്റെ 10,000 വോട്ട് ജയിക്കുമായിരുന്നു. എല്ലാം കായംകുളത്തുള്ള കാര്യം ആര്യസിനോ നമ്മുടെ ഷെയ്ഖിനോട് എന്നോട് കാണിച്ചിട്ടുണ്ട്, പലരോടെയും കാണിച്ചിട്ടുണ്ടാവും. ശിവദാസനോട് എന്താ കാണിച്ചത്? മുനിസിപ്പൽ ചെയർമാന് കെട്ടിവെച്ച കാശ് കിട്ടില്ല, വാറിലറിഞ്ഞില്ല. അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് വേറെ എവിടെയെങ്കിലും കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിൻ്റെ ഒരു കടാര ഇങ്ങനെ ഒളിച്ചു പിടിക്കുക, കൂട്ടുക. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയായ കാര്യമല്ല.